എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്ന ഈ ഒരു കാലഘട്ടം വളരെ സങ്കീർണമായ ഒരു സമയത്തിലാണ് നമ്മളായിരിക്കുന്നത്. ലോകത്തിൽ നിന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പ്രത്യാശിക്കാൻ വകയില്ലാത്ത വിധം വളരെ ദുഃഖപൂർണമാകുന്ന, നമ്മുടെ മനസ്സിനെ ഒത്തിരിയേറെ നൊമ്പരപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ഓരോ ദിനവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ലോകത്തിൽ ഒരു സ്ഥലത്തോ ഏതെങ്കിലും ഒരു ദേശത്തോ മാത്രമല്ല, ലോകവ്യാപകമായി സംഭവിക്കുക. നമ്മുടെ കൊച്ചു കേരളത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം നമ്മുടെ കുഞ്ഞുങ്ങൾ, തലമുറകൾ എന്തുമാത്രം ഇവിടെ ലഹരിയുടെ അടിമത്തം വന്നിരിക്കുന്നു. ആയിരങ്ങളല്ല, പതിനായിരക്കണക്കിന് നമ്മുടെ മക്കളാണ് ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്നത്. കഞ്ചാവ്, മയക്കുമരുന്ന്, MDA, മദ്യപാനം, അതിലൂടെ വഴിവിട്ട ലൈംഗികമായ അരാജകത്വങ്ങൾ, സകലവിധ മ്ലേച്ഛതകൾ, അതിലൂടെ വരുന്ന കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, ദുഷിപ്പുകൾ എന്ന് വേണ്ട, നമ്മുടെ നീതിബോധമുള്ള മനസ്സ് ഒത്തിരിയേറെ മുറിപ്പെടുന്ന വിധത്തിൽ ഒരുപാട് തിന്മ ഇന്ന് പെരുകി അതുപോലെ വർദ്ധിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് നമ്മോട് സംസാരിക്കുക. നമ്മൾ പലരും ഇന്ന് ദുഃഖിതരാണ്, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നു, ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, എന്താ ഇതിനൊക്കെ കാരണം? പ്രത്യാശയില്ല, നിരാശയും വിഷാദവും, ജീവിതം വഴിമുട്ടി ഇനി എന്തിനാ ജീവിക്കുന്നത്, ഒരുപാട് മാനസികമായ ദുഃഖങ്ങളും വേദനകളും ഇന്ന് ആയിരക്കണക്കിന് ജീവിതങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ പരിശുദ്ധ വചനത്തിൽ കണ്ടു, എൻ്റെ ആത്മാവേ നീ എന്തിന് വിഷാദിക്കുന്നു, നീ എന്തിന് ദുഃഖിക്കുന്നു? ദൈവമായ കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. നമ്മുടെ പ്രത്യാശ കർത്താവിലും കർത്താവിൻ്റെ വചനത്തിലുമാണെങ്കിൽ എന്തെല്ലാം പ്രതിസന്ധികൾ നമ്മുടെ മേൽ ആഞ്ഞടിച്ചാലും, പ്രതികൂലങ്ങളെ തിരമാലകൾ ഉയർന്നാലും, എന്തുമാത്രം ദുരിതങ്ങളുടെയും തകർച്ചകളുടെയും പേമാരികൾ പെയ്തിറങ്ങിയാലും നമ്മുടെ ജീവിതം തകർന്നു പോവുകയില്ല. സഹോദരങ്ങളെ, ഏത് സാഹചര്യത്തിലും നമ്മെ കരുതുവാനും കാക്കുവാനും ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവ്, എത്ര വലിയ കണ്ണുനീരിലും കഠോരമായ സഹനങ്ങളിലും ഞാൻ ഒറ്റയ്ക്കല്ല, എന്നെ വിളിച്ച എൻ്റെ കർത്താവ് എന്നോടൊപ്പമുണ്ട് എന്നുള്ള തിരിച്ചറിവ്, അത് ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറുവാനുള്ള ആത്മബലം എനിക്കും നിനക്കും പ്രദാനം ചെയ്യുന്നു. നീ എന്തിന് വിഷാദിക്കുന്നു? കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. സഹായം ദൈവത്തിൽ നിന്ന്, മനുഷ്യരിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്. പ്രത്യാശയോടെ കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്തുക. നിനക്ക് വേണ്ട ഉത്തരം അവിടെ നിന്ന് വരും. നിനക്ക് വേണ്ട പരിഹാരം കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലുണ്ട്. സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട കെണികളെ കുറിച്ച്, ഈ തലമുറയുടെ മേൽ നിബന്ധിച്ചിരിക്കുന്ന അന്ത്യകാല കെണികളെ കുറിച്ച് പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 34-35 വചനങ്ങൾ. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ദൈവത്തിന്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുന്നു സുഖലോലുപത. ഇന്ന് സുഖലോലുപതയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഏത് ചെയ്യാനും മടിയില്ലാത്തൊരവസ്ഥ. എനിക്ക് സുഖിക്കണം, എനിക്ക് സന്തോഷിക്കണം, ഈ ലോകത്തിന്റെ സുഖങ്ങള്, ഭോഗേച്ഛകള്, ഈ ലോകം തരുന്ന എല്ലാവിധ സന്തോഷങ്ങളും എനിക്ക് അനുഭവിക്കണം. അവിടെ കർത്താവിന്റെ വചനത്തിന് യാതൊരു വിലയുമില്ല. സുവിശേഷ സത്യങ്ങളെ നിരാകരിച്ചുകൊണ്ട്, ദൈവിക മൂല്യങ്ങളെ ഇല്ലാതാക്കി, നശ്വരമായ സുഖത്തിനും സന്തോഷത്തിനും
നൈമിഷികമായ ഭോഗേച്ഛകൾക്കും വേണ്ടി ഇന്ന് ധാർമ്മികമായി ആത്മീയമായും അധപതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയെ നമ്മൾ കാണുകയാണ്. രണ്ടാമത് വചനം പറയുന്നു, ജീവിതത്തിന്റെ വ്യഗ്രത. ജീവിത വ്യഗ്രത ഇന്ന് പതിനായിരങ്ങളെയല്ല, ജനലക്ഷങ്ങളെ ഇതൊരു പൈശാചിക പീഡ പോലെ, ഒരു പകർച്ചവ്യാധി പോലെ ഈ വ്യഗ്രത പിടികൂടിയിരിക്കുകയാണ്. ആകുലതകളും ഉത്കണ്ഠകളും അതുമൂലമുണ്ടാകുന്ന ഭയവും നിരാശയും ജീവിതമാകെ വിഷാദത്തിലായി പോകുന്ന ഒത്തിരിയേറെ ജീവിതങ്ങൾ. സഹോദരങ്ങളെ, കർത്താവിന്റെ കരുതലിൽ വിശ്വസിക്കുക. യാഹവേ ഈരേ, നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണ്. നിന്റെ ഏത് പ്രതിസന്ധിയിലും കണ്ണുനീരിലും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും നിന്റെ ആവശ്യങ്ങൾ ചേർത്ത് തരുവാനും വിശ്വസ്തനും മതിയായ ദൈവമാണ് കർത്താവായ യേശു. യെസ്, യാഹവേ ജൈറ. The Lord will provide. നിനക്ക് വേണ്ടതെല്ലാം തക്ക സമയത്ത് പ്രദാനം ചെയ്യുവാൻ കർത്താവിന് ശക്തിയുണ്ട്. വിശ്വസിക്കുക സഹോദരങ്ങളെ. ദൈവത്തിന്റെ വചനം പറയുക, ഈ വ്യഗ്രത മൂലം ഇന്ന് അനേകർ ആത്മഹത്യ ചെയ്യുന്നു. പലരും മാനസിക രോഗികളായി മാറുന്നു. ഈ വ്യഗ്രതയൊന്നും മറക്കാൻ വേണ്ടി മദ്യപാനത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമപ്പെട്ടു പോകുന്ന മനുഷ്യർ, തെറ്റായ ബന്ധങ്ങളിലേക്ക്, അവിഹിത വേക്ഷകളിലേക്ക്, നശ്വരമായ സുഖത്തിനു വേണ്ടി, ഭോഗേച്ഛകൾക്ക് വേണ്ടി ജീവിതത്തെ നാശത്തിനായി വിട്ടുകൊടുക്കുന്ന ഒരുപാട് പതിനായിരക്കണക്കിന് ജീവിതങ്ങൾ. മൂന്നാമത് വചനം പറയാം, മദ്യാസക്തി. മദ്യത്തിന്റെ ആസക്തി മാത്രമല്ല, അനേകമായി ആസക്തികളാൽ കലുഷിതമായ ജീവിതങ്ങൾ, സെക്സിനോട് അമിതമായ ആർത്തി. സഹോദരങ്ങളെ, നമ്മൾ കാണുന്ന വാർത്തകൾ നമ്മളെ ഭയപ്പെടുത്തുകയാണ്. ഭയപ്പെടുത്തുന്ന വാർത്തകൾ, അമിതമായ അരാജകത്വങ്ങള്, വഴിവിട്ട ലൈംഗികതകള്, എല്ലാവിധത്തിലുള്ള ദുഷിപ്പുകള്, അക്രമങ്ങള് നമ്മളിന്ന് കാണുകയാണ്. ഇതെല്ലാം ആസക്തികളാൽ കലുഷിതമായ മനുഷ്യ മനസ്സിന്റെ പാപചൈതികളാണ് നമ്മുടെ തലമുറയിൽ, നമ്മുടെ ഈ ദേശത്ത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ ചോദിക്കേണ്ടത് എന്താണ്? നമ്മൾ എന്തിനു വേണ്ടിയാ ചോദിക്കേണ്ടത്? നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ എന്താണ് ചോദിക്കേണ്ടത്? ആത്മാവിന്റെ പകർച്ചയ്ക്ക് വേണ്ടിയാണ്. ആത്മപകർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ചോദിക്കേണ്ടത്, കർത്താവേ, ഞങ്ങളുടെ തലമുറകളിലേക്ക് പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. നമ്മുടെ തലമുറകളിൽ അഭിഷേകം ഇറങ്ങുമ്പോൾ, നമ്മുടെ തലമുറകൾ ആത്മപകർച്ചയിൽ പൂരിതരാമാകുമ്പോൾ അവിടെ ശുദ്ധീകരണം ഉണ്ടാകും. അവിടെ അടിമത്തത്തിന് കെട്ടുകൾ പൊട്ടും. അവിടെ ബന്ധനത്തിന് മുഖങ്ങൾ ഒടിഞ്ഞു മാറും. നമ്മുടെ മക്കൾ കർത്താവിനെ കണ്ടുമുട്ടും. അവർ വിശ്വാസത്തിന്റെ തലമുറയാകും. അവർ ദൈവവചനത്തിന്റെ അനുഭവമുള്ളവരാകും. ഇത് വെറുമാക്ക് പറയില്ല സഹോദരങ്ങളെ. കർത്താവിന്റെ വചനത്തിന് തെറ്റുപറ്റുകയില്ല. യേശു പറഞ്ഞു, ആകാശം ഭൂമിയും മാറിയാലും എന്റെ വചനങ്ങൾ മാറിപ്പോവുകയില്ല. എത്ര പേര് കർത്താവിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നു? അവർ ഉച്ചത്തിൽ ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ. കൃപകൾ ചൊരിയണമേ ഞങ്ങളുടെ ദേശത്തിന്റെ മേൽ, ഞങ്ങളുടെ ദേശത്തിന്റെ മേൽ, മക്കളുടെ മേൽ, തലമുറകളുടെ മേൽ കൃപ ചൊരിയണമേ, കരുണ ചൊരിയണമേ. ജെറമിയ പ്രവചനം 6:7 വേദനയോടെയാണ് നമ്മൾ ഈ വചനം വായിക്കേണ്ടത്. കിണറ്റിൽ പുതുവെള്ളം നിറയുന്നത് പോലെ ജെറുസലേമിൽ പുതിയ പുതിയ അകൃത്യങ്ങൾ നിറയുന്നു, പുതിയ പുതിയ അകൃത്യങ്ങൾ നിറയുന്നു. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത, കേട്ടുകേൾവി പോലും ഇല്ലാത്ത വിധത്തിലുള്ള അകൃത്യങ്ങള്, എല്ലാവിധത്തിലുള്ള അരാജകത്വങ്ങള്, ദുഷിപ്പുകൾ നിറഞ്ഞ് നിറഞ്ഞ് അതിങ്ങനെ കവിഞ്ഞ് കവിഞ്ഞു വരികയാണ്. പൗലോസ് സഭയെ പഠിപ്പിച്ചു. എഫെസോസ്കാർക്ക് ഇത് ലേഖനം
4-ാം അധ്യായം 19-ാം വചനം ശ്രദ്ധാപൂർവം വചനം വായിച്ച്. അവർ മനസ്സ് മരവിച്ച്, വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ മനസ്സ് മരവിക്കും, ബുദ്ധിയിൽ അന്ധകാരം വ്യാപിക്കും. മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു. എല്ലാവിധ അരാജകത്വങ്ങൾക്ക്, തിന്മകൾക്ക്, ദുഷിപ്പുകൾക്ക്, പാപമ്ലേച്ഛതകൾക്ക് അവർ അവരെ തന്നെ സമർപ്പിച്ചു. വീണ്ടും വചനം വെളിപ്പെടുത്തുകയാണ്, ആവേശത്തോടെ എല്ലാവിധ അശുദ്ധികളിലും മുഴുകി. എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി. സഹോദരങ്ങളെ, നമ്മുടെ തലമുറ ഈ വിധം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദൗത്യം എന്താണ്? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കണ്ണുനീരോടെ പറയട്ടെ, നമ്മൾ എന്താ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കണം സഹോദരങ്ങളെ. നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു അപ്പൻ, ഒരു അമ്മ എന്ന നിലയിൽ, ഒരു സഹോദരൻ, ഒരു സഹോദരി എന്ന നിലയിൽ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാൻ തയ്യാറുള്ള എത്ര പേര് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്? ആത്മാവ് നമ്മോട് പറയുന്ന കാര്യമതാ. നമ്മൾ ഈ വചനങ്ങൾ കേട്ടുപോയതുകൊണ്ട് കാര്യമില്ല സഹോദരങ്ങളെ. നമ്മളിത് ചർച്ച ചെയ്ത് ഇതിൻ്റെ പ്രശ്നങ്ങൾ ഇന്നതാണ്, അതാണ്, ഇതാണെന്നും പറഞ്ഞ് നമ്മളിങ്ങനെ ചർച്ച ചെയ്തത് കൊണ്ടോ ഉപദേശിച്ചത് കൊണ്ടോ കാര്യമായ പ്രയോജനമില്ല. ഇതൊന്നും അറിയാതെയല്ല. ഇത് ആർക്കറിയാത്തത്? ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നമെന്ന് പറയുന്നത് ഒരു ഡെലിവറൻസ്, വിമോചനമാണ് ആവശ്യം. ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല, സാധിക്കാത്ത വിധം ഇന്ന് അത്രമാത്രം അടിമത്തത്തിലായി. എത്ര കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഞങ്ങളെ ഒന്ന് രക്ഷിക്കേ, ഈ അടിമത്തത്തിൽ നിന്ന്, ഈ കഞ്ചാവിന്റെ ലഹരിയിൽ നിന്ന്, ഈ മദ്യപാനത്തിൽ നിന്ന്, വഴിവിട്ട ഈ ബന്ധത്തിൽ നിന്ന്, ഈ ലൈംഗികമായ അരാജകത്വത്തിൽ നിന്ന് ആര് ഞങ്ങളെ രക്ഷിക്കും? ഞങ്ങളൊന്ന് രക്ഷിക്കേ. ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് മക്കള് ഈ കാലഘട്ടത്തിലുണ്ട്, നമ്മുടെ ദേശത്തുണ്ട്. അവർക്ക് സ്വയം അത് സാധ്യമല്ല, ഉപദേശം കൊണ്ട് പറ്റുന്നില്ല. അവർക്ക് പിന്നെ എന്താ വേണ്ടത്? ദൈവത്തിൽ നിന്ന് സഹായം വരണം. കർത്താവിന്റെ അത്ഭുതകരമായ ശക്തി, പരിശുദ്ധാത്മ അഭിഷേകത്തും പരിശുദ്ധാത്മാവിന്റെ അനോയിന്റിങ് നമ്മുടെ മക്കളിലേക്ക് ഇറങ്ങുമ്പോൾ ഉഗ്രമായ ഡെലിവറൻസുകൾ ഉണ്ടാകും. നമ്മുടെ പിശാചിന്റെ പിടികൾ പൊട്ടും. അവരുടെ ജീവിതത്തിന്മേലുള്ള സാത്താന്റെ കരങ്ങൾ തകർക്കപ്പെടും. ഇവിടെ ജീവിതത്തിന്മേലുള്ള പൈശാചിക രൂപികൾ ചിതറിക്കപ്പെടും. ഇവിടെ ജീവിതത്തിന്മേലുള്ള ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ വഴിമാറിപ്പോകും. നമ്മുടെ തലമുറ കർത്താവിനെ കണ്ടുമുട്ടും. നമ്മുടെ ദേശം സത്യവിശ്വാസത്തിൽ ഉണരും. അവിടെ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരും. സഹോദരങ്ങളെ, ഈ സത്യം മനസ്സിലാക്കണം. നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കണം. ഇത് നമ്മൾ അനുവർത്തിക്കാതെ ഒരു ആത്മപകർച്ച സാധ്യമല്ല. ഈ നോമ്പ് കാലത്ത് പ്രത്യേകമായി നാം ശ്രദ്ധിക്കണം. മനുഷ്യവർഗത്തിന് സമ്പൂർണമായ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ കർത്താവ് എന്താ ചെയ്തത്? മക്കളെ ഓർത്ത് വേദനിക്കുന്ന എൻ്റെ മാതാപിതാക്കളെ, ഇതെനിക്കും നിങ്ങൾക്കുമായുള്ള സ്വർഗത്തിന്റെ ആലോചനയാണ്. പരിശുദ്ധാത്മ തരുന്ന പ്രവചനം എന്താണ്? മാതാപിതാക്കൾ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 19-ാം വചനം, പരിശുദ്ധ വചനം പറയുന്നു, അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ സമ്പൂർണമായ രക്ഷയ്ക്ക് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി നമ്മുടെ കർത്താവ് തന്നെ തന്നെ ശുദ്ധീകരിച്ചു. സഹോദരങ്ങളെ, ഇത് നമുക്ക് വലിയൊരു മാതൃകയാണ്. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മെ ശുദ്ധീകരിക്കുവാനുള്ള തീരുമാനം നമുക്കുണ്ടാകണം. നമ്മുടെ പാപപ്രവർത്തികള്, പാപചൈതികള്, നമ്മുടെ മക്കൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ, നമ്മുടെ മക്കൾ വിമോചിതരാകുവാൻ, നമ്മുടെ മക്കൾ അവര് അഭിഷേകത്തിൽ നിറയാൻ, നമ്മുടെ മക്കൾ കർത്താവിനെ കണ്ടുമുട്ടാൻ. സഹോദരങ്ങളെ, നമ്മൾ നമ്മെ ശുദ്ധീകരിക്കണം. അതിന് നമ്മൾ വില കൊടുക്കണം. നമ്മൾ അവിടെ
ഷോർട്ട് കട്ടിലൂടെയൊന്നും ഈ തലമുറയ്ക്ക് ഒരു വീണ്ടെടുപ്പില്ല സഹോദരങ്ങളെ. അതിന് തക്ക വില കൊടുക്കുന്നവരായി നമ്മൾ മാറിയെങ്കിൽ മാത്രമാണ് ഈ തലമുറയിൽ വലിയ അളവിൽ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം ഉണ്ടാകുന്നത്. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ തങ്ങളുടെ ജീവിതങ്ങളെ ശുദ്ധീകരിക്കട്ടെ. തലമുറകൾക്ക് വേണ്ടി നമ്മുടെ ജീവിതങ്ങൾ ശുദ്ധീകരിക്കപ്പെടട്ടെ. നമ്മുടെ ദേശത്തിന്റെ ഉണർവിനും നവീകരണത്തിനുമായി നമ്മെ തന്നെ ശുദ്ധീകരിക്കട്ടെ. അത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിക്കും. ഈ പൈശാചിക പീഡകൾ ചിതറിപ്പോകും. ഈ അരാജകത്വങ്ങൾക്ക് ഒരു അറുതിയുണ്ടാകും. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു. കൃപ തരണമേ. സഹോദരങ്ങളെ, ശുദ്ധീകരണത്തിന് വലിയ പവറുണ്ട്. തലമുറകൾക്ക് വേണ്ടി നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുക. തലമുറകൾക്ക് വേണ്ടി നമ്മൾ പരിശുദ്ധാത്മാവിനായി ചോദിക്കുക. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നാം എന്താണ് ചോദിക്കേണ്ടത്? പരിശുദ്ധാത്മാവിനെയാണ്. ഒരു സത്യം എനിക്ക് കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം കൂടുതൽ കർത്താവിനെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. 21 ദിനങ്ങളിൽ നമ്മൾ തിരുസഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉപവാസ ശുശ്രൂഷയിലായിരുന്നു. ഈ ദിനങ്ങളിലെല്ലാം കൂടുതൽ അപ്പോസ്തല പ്രവർത്തനങ്ങൾ വായിച്ച് ധ്യാനിച്ചു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ ധ്യാനിച്ചപ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തെ ഉണർത്തിയൊരു കാര്യം ഇതാണ്: നമ്മുടെ സകല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം പരിശുദ്ധാത്മാവാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പ്രതിവിധി പരിശുദ്ധാത്മാവാണ്. ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ചോദിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും പരിശുദ്ധാത്മാവിനെയാണ്. ആത്മപകർച്ചയ്ക്ക് വേണ്ടിയാണ്. സഹോദരങ്ങളെ, നമ്മുടെ തലമുറകളിലേക്ക് ആത്മാവ് ഇറങ്ങുമ്പോൾ, നമ്മുടെ മക്കൾ ആത്മാവിനാൽ പൂരിതരാകുമ്പോൾ, അവരെ ഓർത്ത് പിന്നീട് ഒരിക്കലും നമുക്ക് കരയേണ്ടി വരികയില്ല. അവർ വിശുദ്ധിയുള്ള, വിശ്വാസമുള്ള, കൃപയുള്ള തലമുറയായി മാറും. തലമുറകൾക്ക് വേണ്ടി ആത്മാവിനെ ചോദിക്കുക. എല്ലാവരും ശ്രദ്ധിച്ച് പരിശുദ്ധാത്മാവിനായി ചോദിക്കുക. നമ്മുടെ കർത്താവ് പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 13-ാം വചനത്തിൽ, ശ്രദ്ധാപൂർവ്വം വചനം വായിച്ചെല്ലാവരും. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായി നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. എൻ്റെ മാതാപിതാക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനായി ചോദിക്കുക. എക്സാമിന്റെ സമയമാണ്, പരീക്ഷ സീസണാണ്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ജ്ഞാനം നിറയാൻ, അറിവ് നിറയാൻ, അഭിഷേകം നിറയാൻ നമ്മുടെ മക്കൾക്ക് വേണ്ടി ആത്മാവിനായി ചോദിച്ചു പ്രാർത്ഥിക്കുക. അവര് പരീക്ഷയിൽ ഉന്നത വിജയം വരിച്ചാൽ മാത്രം പോരാ, ജീവിതത്തിൽ വചനത്തിന്റെ മൂല്യങ്ങൾ അവർക്കുണ്ടാകണം. ജീവിത വിശുദ്ധിയുള്ള, സത്യവിശ്വാസമുള്ള, ദൈവവചനത്തിന്റെ ശക്തി അനുഭവിക്കുന്ന തലമുറയായി നമ്മുടെ മക്കൾ വളരണം. അതിനായി നമ്മൾ എന്തു ചെയ്യണം? ആത്മാവിനായി ചോദിക്കണം. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ആത്മാവിനായി ചോദിക്കുക. ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു. ഞങ്ങളൊരു മനസ്സോടെ സ്തുതിക്കുന്നു. തലമുറകൾക്ക് വേണ്ടി സ്തുതിക്കുന്നു. ഞങ്ങളെ കുഞ്ഞുങ്ങൾക്കായി സ്തുതിക്കുന്നു. കൃപൊഴുക്കണമേ. അത്ഭുതങ്ങൾ സംഭവിക്കണം. മംഗളവാർത്ത കേട്ടപ്പോൾ, ഇത് കേൾക്കുമ്പോൾ ചിലര് ഉള്ളിൽ ചോദ്യം വരുന്നുണ്ട്. എൻ്റെ സഹോദര, ഇത് സംഭവിക്കുമോ? എൻ്റെ മക്കൾക്ക് മാറ്റം ഉണ്ടാകുമോ? അവർക്ക് സൗഖ്യം കിട്ടുമോ? വിശ്വാസം വർദ്ധിക്കുമോ? എൻ്റെ മക്കളുടെ പാപ സ്വഭാവങ്ങൾ വിട്ടുമാറോ? അവർ വിശുദ്ധീകരിക്കപ്പെടുമോ? ഇപ്രകാരം ചിന്തിക്കുന്ന ആയിരക്കണക്കിന് മാതാപിതാക്കള്, സഹോദരങ്ങളെ ഞാൻ കാണുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സംശയിക്കേണ്ട. ഇത് കർത്താവിന്റെ സത്യവചനമാണ്. ഇത് പരിശുദ്ധമായ വചനമാണ്. ഇത് പരാജയപ്പെടുകയില്ല. വചനം വ്യർത്ഥമായി പോവുകയില്ല. വചനം അത്
അത് വിലപ്പെട്ടത് വിലയേറിയതുമാണ്. അത് പാഴായി പോകാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കുകയില്ല. വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്ന കർത്താവ്. ആമേൻ, 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 ആമേൻ. മംഗളവാർത്ത കേട്ടപ്പോൾ അമ്മമാതാവ് ഈ ചോദ്യം ഗബ്രിയേൽ ദൂതനോട് ചോദിച്ചു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 34-35 വചനങ്ങൾ. ആ വചനം ശ്രദ്ധിച്ച് നിങ്ങൾ. എന്താ കർത്താവിന്റെ വചനം പറയുന്നത്? മംഗളവാർത്ത കേട്ടപ്പോൾ മാതാവ് ചോദിക്കുക, ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. എൻ്റെ മക്കൾക്ക് എങ്ങനെ ഒരു മാറ്റം വരും? അവരെങ്ങനെ ഇവിടെ പാപശീലം വിട്ടുപേക്ഷിക്കും? ഈ കഞ്ചാവിൽ നിന്ന്, മദ്യത്തിൽ നിന്ന്, അവരുടെ ചില തെറ്റായ ബന്ധങ്ങളിൽ നിന്ന് എങ്ങനെ അവർ വിമോചിതരാകുമെന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇത് നിങ്ങൾക്കായുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവചന വചനമാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഒരൊറ്റ ഉത്തരവുള്ളൂ. ശ്രദ്ധാപൂർവം ഇരുന്നേ, ഒരൊറ്റ ഉത്തരവുള്ളൂ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:35 ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ആത്മാവ് നിന്റെ മേൽ വരും. നമ്മുടെ തലമുറകളിലേക്ക് ആത്മാവ് വരുമ്പോൾ, അഭിഷേകം ഇറങ്ങുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും, മാറ്റങ്ങൾ ഉണ്ടാകും, പരിവർത്തനങ്ങൾ ഉണ്ടാകും, ഡെലിവറൻസുകൾ ഉണ്ടാകും, അവിടെ അനുതാപം ഉണ്ടാകും, പൈശാചിക പിടികൾ പൊട്ടും, ഇരുട്ടിന്റെ ശക്തികൾ തകർന്നു വീഴും. വിശ്വസിക്കുന്നു കർത്താവേ. ഞങ്ങളെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ വിശ്വസിക്കുന്നു, തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ ദേശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വിശ്വസിക്കുന്നു. യെസ്, യെസ്, യെസ് ലോർഡ്, യെസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്ന കർത്താവ്, വിശ്വസിക്കുന്ന കർത്താവ്, വിശ്വസിക്കുന്ന കർത്താവേ. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാ പ്രവർത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ തലമുറകളിൽ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ, നമ്മുടെ മക്കളിൽ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ, നമ്മുടെ ദേശങ്ങളിൽ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡെലിവറൻസുകൾ ഉണ്ടാകുന്നു, വിമോചനം ഉണ്ടാകുന്നു. നമ്മുടെ ദേശത്തിന് ആവശ്യം ഡെലിവറൻസ്. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് ആവശ്യം വിമോചനമാണ്. പിശാചിന്റെ പിടിയിൽ നിന്ന്, പാപബന്ധനങ്ങളിൽ നിന്ന്, ഇരുട്ടിന്റെ ശക്തികളിൽ നിന്ന്, പലവിധത്തിലുള്ള അടിമത്ത ബന്ധനങ്ങളിൽ നിന്ന് അവർക്ക് ആവശ്യം ഒരു വിമോചനമാണ്, ഡെലിവറൻസ് ആണ്. ഇത് നൽകുവാൻ പരിശുദ്ധാത്മാവിനെ കഴിയൂ, ഹോളി സ്പിരിറ്റിനെ കഴിയൂ. നമ്മുടെ തലമുറകളിൽ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒന്നാമത് വിമോചനം, ഡെലിവറൻസ്. നമ്മുടെ ദേശങ്ങൾക്ക് ഈ വിമോചനം വേണം. നമ്മൾ അടുത്ത ആഴ്ചയിൽ നമ്മൾ പ്രത്യേകമായിട്ട് ദേശത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി ഹീൽ ദ ലാൻഡ്, ഹീൽ ദ ലാൻഡ്. ഈ കൊലപാതകങ്ങളും അക്രമങ്ങളും അരാജകത്വങ്ങളും മ്ലേച്ഛതകളും തിന്മകളും നമ്മുടെ ദേശങ്ങളിൽ നിന്ന് വിട്ടുമാറി നമ്മുടെ ദേശം ശുദ്ധീകരിക്കപ്പെടുവാനും സുഖപ്പെടുവാനുമായി നമ്മൾ ഒന്നിച്ച് ദൈവസന്നിധിയിൽ നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ ദേശങ്ങൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ പോവുക. ആ പോസ്റ്റർ നിങ്ങൾ ശ്രദ്ധിച്ച്, ഹീൽ ദ ലാൻഡ്, ഹീൽ ദ ലാൻഡ്. സഹോദരങ്ങളെ, നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ അടുത്ത ദിനങ്ങളിൽ നമ്മൾ തിങ്കൾ ചൊവ്വ പ്രത്യേകമായി ചൊവ്വാഴ്ച നമ്മൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പോസ്റ്റർ ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് കാണിച്ചാൽ നല്ലതായിരിക്കും. കർത്താവെ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ഹീൽ ദ ലാൻഡ്. നമ്മുടെ ദേശത്തിൻ്റെ സൗഖ്യത്തിനായിട്ടുള്ള പ്രാർത്ഥനയാണ്. പൈശാചികത നാട്ടിൽ നടമാടുമ്പോൾ, അക്രമങ്ങൾ നമ്മുടെ ദേശത്തെ കീഴടക്കുമ്പോൾ, ദേശത്തിൻ്റെ സൗഖ്യത്തിനായി നമ്മൾ കരങ്ങൾ ഉയർത്തണം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുപോലെ നമ്മുടെ ദേശം സുഖപ്പെടാൻ പ്രാർത്ഥിക്കണം. ആക്രമണങ്ങൾ അവസാനിക്കാൻ പ്രാർത്ഥിക്കണം. ലൈംഗിക അരാജകത്വങ്ങൾ, കൊലപാതകങ്ങൾ, അടിപിടികൾ, അവിശ്വസ്തതയുടെ ബന്ധനങ്ങൾ, ഇതൊക്കെ വിട്ടൊഴിഞ്ഞ് നമ്മുടെ ദേശത്തിന് സൗഖ്യമുണ്ടാകണം. 10,000 ശുശ്രൂഷയിൽ പങ്കെടുക്കണം. നിങ്ങൾ ഈ പോസ്റ്ററുകളെല്ലാം അനേകർക്ക് അയച്ചു കൊടുക്കണം. ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നാടിനെ കർത്താവ് രക്ഷിക്കും, നമ്മുടെ നാടിനെ കർത്താവ് വിമോചിപ്പിക്കും, നമ്മുടെ നാടിനെ കർത്താവ് അനുഗ്രഹിക്കും.
വിശ്വസിക്കുന്നവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, നമ്മുടെ തലമുറകൾക്ക് ആവശ്യം ഒരു വിമോചനമാണ്. യെശയ്യാ പ്രവചനം 10-ാം അധ്യായം 23-ാം വചനത്തിലോട്ട് 27-ാം വചനത്തിലോട്ട്, അന്ന് അവന്റെ ഭാരം നിന്റെ തോളിൽ നിന്ന് നീങ്ങുകയും നിന്റെ കഴുത്തിലുള്ള നുകം തകർക്കപ്പെടുകയും ചെയ്യും. നമ്മുടെ മക്കളിലേക്ക് അഭിഷേകം ഇറങ്ങുമ്പോൾ, നമ്മുടെ തലമുറകളിലേക്ക് ആത്മാവ് വന്ന് പ്രവർത്തിക്കുമ്പോൾ, അവന്റെ ഭാരം നിന്റെ ഏതാണ് ഈ അവൻ? പിശാചാണ്. നമ്മുടെ മക്കളുടെ മേൽ സാത്താൻ വെച്ചിരിക്കുന്ന ഭാരങ്ങള്, അത് പാപബന്ധനത്തിന്റെ, അശുദ്ധിയുടെ, അവിശ്വാസത്തിന്റെ, തിന്മകളുടെ, വിവിധങ്ങളായ അടിമത്തങ്ങളുടെ ഭാരങ്ങൾ മാറുകയും നിന്റെ കഴുത്തിലുള്ള നുകം തകർക്കപ്പെടുകയും ചെയ്യും. നുകങ്ങൾ തകർക്കപ്പെടും. അഭിഷേകം ഇറങ്ങുമ്പോൾ നുകങ്ങൾ തകർക്കപ്പെടും. ആത്മാവ് വ്യാപരിക്കുമ്പോൾ അന്യായമായ ഭാരങ്ങൾ മാറും. അവിടെ ഡെലിവറൻസുകൾ ഉണ്ടാകും. ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കണ്ണുനീരോടെ തലമുറകൾക്ക് വേണ്ടി ആത്മാവിനായി ചോദിച്ചു പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനായി ചോദിക്കണം. നമ്മുടെ മകന്റെ, മകളുടെ പേര് പറഞ്ഞ്, ഓരോ കുഞ്ഞിന്റെയും പേര് പറഞ്ഞ് ആ മകനിൽ, മകളിൽ ആത്മപകർച്ചയുണ്ടാകുവാൻ, ആ മകനിൽ, മകളിൽ അഭിഷേകം ഇറങ്ങുവാൻ ഓരോ അപ്പനും അമ്മയും ദൈവസന്നിധിയിൽ നിലവിളിയോടെ കരങ്ങൾ ഉയർത്തണം. അത്ഭുതങ്ങൾ പരിശുദ്ധാത്മ പ്രവർത്തിക്കും. തലമുറകളെ ട്രാൻസ്ഫോം ചെയ്യും. കെട്ടുകൾ പൊട്ടും, ഭാരങ്ങൾ മാറും, ദുഃഖങ്ങൾ ഒടിയും. സ്തുതിക്കുന്നു കർത്താവേ. anointing തലമുറകളിലേക്ക് ശക്തി ഇറങ്ങട്ടെ. അഭിഷേകം വ്യാപരിക്കട്ടെ. കുരുക്കിക്കെടുക്കുന്ന കുരുക്കുകള്, പൈശാചിക കുരുക്കുകള്, നാരകീയ ബന്ധനങ്ങള്, തിന്മയുടെ പോരുകള്, തലമുറകൾ ബന്ധിച്ചിട്ടിരിക്കുന്ന അടിമത്തത്തിന്റെ ബന്ധനങ്ങള്, പാപബന്ധനങ്ങള്, രോഗബന്ധനങ്ങള്, ശാപബന്ധനങ്ങള്, മ്ലേച്ഛതയുടെ ബന്ധനങ്ങള്, അരാജകത്വത്തിന്റെ ബന്ധനങ്ങള്, അവിശ്വാസത്തിന്റെ ബന്ധനങ്ങള്, യേശുനാമത്തിൽ, യേശു രക്തത്താൽ, യേശു വചനത്താൽ, പരിശുദ്ധാത്മ ശക്തിയാൽ, സഭയുടെ ശക്തിയിൽ, സഭയുടെ സമ്പന്നതയിൽ നിർവീര്യമായി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. I bind all the spirit in the name of Jesus. സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തി വിളിച്ച ആത്മാവേ, ശക്തിയോടെ വിളിച്ച ആത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. കരമുയർത്തി വിളിക്കുന്നു പരിശുദ്ധാത്മാവേ. ഗ്ലോറി, 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 ഗ്ലോറി. പ്രബോധിക്കട്ടെ, അഭിഷേകം ഒഴുകട്ടെ. പൈശാചിക കെട്ടുകൾ പൊട്ടട്ടെ, നാരിക കെട്ടുകൾ പൊട്ടട്ടെ. തലമുറകളിലുള്ള പീഡകൾ വിട്ടൊഴിയട്ടെ. സ്വാതന്ത്ര്യമുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, അനുഗ്രഹം ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഉണർവിൻ നായകനെ ഒഴിക്കണമേ. തലമുറകളിലേക്ക് വരണമേ. അഭിഷേകം പകരണമേ. സൗഖ്യങ്ങൾ പകരണമേ. ഡെലിവറൻസുകൾ പകരണമേ. സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഉണർവിൻ നായകനേ, അളവ് കൂടാതെ കൃപകൾ ചൊരിയണമേ. തലമുറകളിലേക്ക് കൃപകൾ ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ. സ്തുതിക്കുന്നു ആത്മാവേ. ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവേ, സ്നേഹത്തോടെ വിളിച്ച ആത്മാവേ, തലമുറകളെ സ്വതന്ത്രമാക്കണമേ. തലമുറകളെ സുഖപ്പെടുത്തണമേ. Heal the generation. Hallelujah, hallelujah, hallelujah. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. അഭിഷേകം ഇറങ്ങുമ്പോൾ തലമുറകൾ ഡെലിവറൻസിലേക്ക് വരും. മക്കൾ വിമോചിതരാകും. പിശാചിന്റെ പിടികൾ പൊട്ടും.
സാത്താൻ കെട്ടുകൾ അഴിയും, നരകത്തിന്റെ കോട്ടകൾ തകർന്നു വീഴും. നമ്മുടെ മക്കൾ യേശുവിനെ കണ്ടുമുട്ടും, അവർ വചനം അനുഭവിക്കും, വചനം അനുഭവിക്കും. ആമേൻ, ആമേൻ, ആമേൻ. നമ്മൾ വില കൊടുക്കണം. അതിനാവശ്യമായ വില, ഒരു സമർപ്പണം നമുക്കുണ്ടാകണം, കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം. സഹോദരങ്ങളെ, ദ ബുക്ക് ഓഫ് ജഡ്ജസ്, ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 14-ാം വചനത്തിൽ സാംസന്റെ മേൽ അഭിഷേകം ഇറങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്? കർത്താവിന്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു. അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണൽ നൂൽ പോലെയായിത്തീർന്നു, കെട്ടുകൾ അറ്റുവീണു. സാംസന്റെ മേൽ അഭിഷേകം ഇറങ്ങിയപ്പോൾ അവനെ ബന്ധിച്ചിരുന്ന കയറ് ചണനൂല് പോലെയായി. അഭിഷേകം വെളിപ്പെട്ടപ്പോൾ അവയെല്ലാം തകർക്കപ്പെട്ടു, പൊട്ടി തകർന്നു പോവാണ്. ഭാരം മാറി, നുകമൊടിഞ്ഞു, കെട്ടുകൾ പൊട്ടി, ബന്ധനം അഴിഞ്ഞു. സഹോദരങ്ങൾ, ഇത് എപ്പോഴാണ് സംഭവിച്ച്? ഹോളി സ്പിരിറ്റ് വന്നപ്പോൾ, പരിശുദ്ധാത്മ പ്രവർത്തിച്ചപ്പോൾ, അഭിഷേകം ഇറങ്ങിയപ്പോൾ, ഒരു ഗ്രേറ്റ് ഡെലിവറൻസ്, വലിയൊരു വിമോചനം അവിടെ സംഭവിക്കുകയാണ്. ഇതാ നമ്മുടെ തലമുറകൾക്ക് ആവശ്യം. കെട്ടുകൾ പൊട്ടണം. നമ്മുടെ തലമുറകളെ പിശാച് കെട്ടിവെച്ച പാപത്തിൻ്റെ, അവിശ്വാസത്തിൻ്റെ, പലവിധത്തിലുള്ള ദുഷിപ്പിൻ്റെ, അരാജകത്വത്തിൻ്റെ, മ്ലേച്ഛതയുടെ, അടിമത്തത്തിൻ്റെ കെട്ടുപാടുകൾ അഴിഞ്ഞു മാറുമ്പോൾ നമ്മുടെ മക്കൾ സ്വതന്ത്രരാകും, അവർ വിമോചിതരാകും. നമ്മൾ പറയുന്ന ഭാഷ അവർക്ക് മനസ്സിലാകും, അവരനുസരിക്കാൻ തുടങ്ങും. എതിർചിന്തകൾ, തെറിവാക്കുകൾ, ചീത്തവാക്കുകൾ, വിപരീത ബുദ്ധികൾ, മദ്യപാനം, മയക്കമരുന്ന്, കഞ്ചാവ്, വഴിവിട്ട ബന്ധങ്ങൾ, മ്ലേച്ഛതകൾ, കള്ളത്തരങ്ങൾ, ചതികൾ, വഞ്ചനകൾ അവരിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകും. അവർ വചനം അനുഭവിക്കും, അവർ വിശ്വാസത്തിൽ വളരും, കർത്താവിനെ കണ്ടുമുട്ടും. സഹോദരങ്ങളെ, വെറുമാക്ക് പറഞ്ഞു പോവല്ല, ഇത് ദൈവത്തിന്റെ വചനമാണ്, ഇത് പരിശുദ്ധ വചനമാണ്. അതുപോലെ വചനം സംഭവിക്കും. വള്ളിപുള്ളി തെറ്റാതെ വചനം അതുപോലെ നിറവേറപ്പെടും, പൂർത്തീകരിക്കപ്പെടും. വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാമത് തലമുറകളിലേക്ക് അഭിഷേകം ഇറങ്ങുമ്പോൾ, ഹോളി സ്പിരിറ്റ് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ അവിശ്വാസം മാറും, വിശ്വാസം വർദ്ധിക്കുന്നു. ഇന്ന് അനേക മക്കൾക്ക് വിശ്വാസമില്ല, ദൈവവചനത്തിൽ വിശ്വാസമില്ല, പരിശുദ്ധ കുർബാനയിൽ വിശ്വാസമില്ല, പരിശുദ്ധ കുമ്പസാര കുദാശയിൽ വിശ്വാസമില്ല, സഭയിൽ വിശ്വാസമില്ല, പരിശുദ്ധാത്മാവിൽ വിശ്വാസമില്ല, ദൈവപ്രവർത്തികളിൽ വിശ്വാസമില്ല. നമ്മുടെ അനേക മക്കൾ തന്നെ ലൗകികരും ജഡീകരും നിരീശ്വരരുമായി ജീവിക്കുന്നു. യുക്തിചിന്തകളിലും നിരീശ്വര ചിന്തകളിലും പിശാച് ബന്ധിച്ചിട്ട, വിശ്വാസം നഷ്ടപ്പെട്ടു പോയ 10,000-കണക്കിന് യുവമക്കള് നമ്മുടെ സഭയിലുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കണ്ണുനീരോടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ എന്താ ചോദിക്കേണ്ടത്? പരിശുദ്ധാത്മാവിനെ ചോദിക്കണം. ആത്മപകർച്ചയ്ക്കായി നമ്മൾ ചോദിക്കണം. ഈ ലോകത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ മക്കൾക്കായി കരയേണ്ടത്. ഈ ലോകത്തിന് നശ്വരമായ നേട്ടങ്ങൾ എത്തിപ്പിടിക്കാനല്ല നമ്മുടെ മക്കളെ നമ്മൾ പരിശീലിപ്പിക്കേണ്ടത്. സത്യവിശ്വാസം പരിശീലിപ്പിക്കേ, ദൈവത്തിന്റെ വചനം പരിശീലിപ്പിക്കേ. അവിടെ അഭിഷേകം മക്കളിൽ നിറയും, അഭിഷേകം നിറയും. ദൈവത്തിന്റെ വചനം പറയും. എന്താണ് ഈ തലമുറയുടെ പ്രത്യേകത? ഈ കാലഘട്ടത്തിന് പ്രത്യേകത എന്താ സഹോദരങ്ങളെ? നമ്മുടെ എത്ര പേരൻസാ കുടുംബ പ്രാർത്ഥനയ്ക്ക് പോലും മക്കളെ കിട്ടുന്നില്ല. കുടുംബ പ്രാർത്ഥനയ്ക്ക് പോലും മക്കൾ കടന്നു വരാതെ കണ്ണീരൊഴുക്കുന്ന ആയിരക്കണക്കിന് മാതാപിതാക്കള് നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ഈ ശുശ്രൂഷയിൽ അവർ പലരും പങ്കെടുക്കുന്നുണ്ട്. മക്കളെ ഓർത്ത് ചങ്ക് പൊട്ടിയിരിക്കുക, നൊന്തു നീറി കഴിയുക. പള്ളിയെ വരുന്നില്ല, പരിശുദ്ധ കുർബാനയില്ല, കുമ്പസാരമില്ല, പ്രാർത്ഥനയില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയ അനേക മക്കളെ ഓർത്ത് ഹൃദയ തകർച്ചയിൽ കഴിയുന്ന ഒത്തിരി മാതാപിതാക്കളെ,
കണ്ണുനീര് കർത്താവ് കാണുന്നു. ജോബിന്റെ പുസ്തകം 21:14 പരിശുദ്ധ വചനം പറയുന്നു, അവർ ദൈവത്തോട് പറയുന്നു, ഞങ്ങളെ വിട്ടു പോവുക, അങ്ങയുടെ മാർഗങ്ങൾ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തെ ആവശ്യമില്ലാത്ത തലമുറ, വിശ്വാസം നഷ്ടപ്പെട്ടു പോയ തലമുറ, ദൈവവചനത്തെയും ആത്മീയ ശുശ്രൂഷകളെയും നിരാകരിക്കുന്ന, തള്ളിക്കളയുന്ന ഒരു തലമുറ. എന്താ ഈ തകർച്ചയുടെ കാരണം? നോ ഫെയ്ത്ത്, നോ ഫെയ്ത്ത്. വിശ്വാസമില്ല, വിശ്വാസമില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 17:17, യേശു പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ, വഴിപിഴച്ചതുമായ തലമുറയെ. വിശ്വാസം നഷ്ടപ്പെട്ടു പോയ, അതിലൂടെ വഴിപിഴച്ചു പോയ തലമുറയെ വേദനയോടെ കർത്താവ് വിളിക്കുകയാണ്. ഈ പ്രതിസന്ധിക്കുള്ള പരിഹാരം എന്താ? നമ്മുടെ തലമുറകളിലേക്ക് അഭിഷേകം ഇറങ്ങണം. നമ്മുടെ തലമുറകളിൽ ആത്മാവ് വരണം, പരിശുദ്ധാത്മ പകർച്ച വേണം. നമ്മുടെ തലമുറകൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതമാകണം. ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ ലഭിക്കും? തലമുറകൾക്ക് വേണ്ടി ചോദിക്കുക, ആത്മാവിനായി ചോദിക്കുക, ആത്മാവിനായി ചോദിക്കുക, പരിശുദ്ധാത്മാവിനായി ചോദിക്കുക, പരിശുദ്ധാത്മാവിനായി ചോദിക്കുക, അഭിഷേകത്തിനായി ചോദിക്കുക. വലിയ വലിയ മാറ്റങ്ങൾ, മാറ്റങ്ങൾ, അത്ഭുതങ്ങൾ കർത്താവ് തലമുറകൾക്ക് വേണ്ടി പ്രവർത്തിക്കും. വിശ്വസിച്ച് രാമേൻ പറഞ്ഞേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഞാനിത് പറയുമ്പോൾ എന്റെ മേൽ ശക്തമായ ഒരു ആത്മവ്യാപനം ഉണ്ടാവും സഹോദരൻ. അത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്, ഉറപ്പുണ്ട്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളിൽ പരിശുദ്ധാത്മ പ്രവർത്തനം വെളിപ്പെടുകയാണ്. കണ്ണീരോടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില മാതാപിതാക്കളുടെ പ്രാർത്ഥന കേട്ട് ആ മക്കളിൽ അഭിഷേകം ഇറങ്ങുകയാണ്. കെട്ടുകളെ പൊട്ടിക്കുന്ന അഭിഷേകം, അവിശ്വാസത്തിന്റെ ബന്ധനങ്ങൾ അഴിക്കുന്ന അഭിഷേകം, വിശ്വാസം വർദ്ധിപ്പിക്കുന്ന അഭിഷേകം മക്കളിലേക്ക് ഒഴുകട്ടെ, തലമുറകളിലേക്ക് ഒഴുകട്ടെ. പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കും, വിശ്വാസം വളരും, അവിശ്വാസം മാറും, ബുദ്ധിയിൽ അന്ധകാരം മാറും. അപ്പോസ്തല പ്രവർത്തനം 9:22, 9:42 ഉച്ചത്തിൽ വായിച്ച വചനം. ഇത് യോപ്പ മുഴുവൻ പരസ്യമായി. വളരെ പേർ കർത്താവിൽ വിശ്വസിച്ചു, വളരെ പേർ കർത്താവിൽ വിശ്വസിച്ചു, വളരെ പേർക്ക് വിശ്വാസം ഉണ്ടായി. വിശ്വാസമില്ലാത്ത അനേകർ വിശ്വസിച്ചു. വിശ്വാസം നഷ്ടപ്പെട്ടു പോയ അനേകർ വിശ്വസിക്കാൻ ആത്മാവ് ഇടവരുത്തി. നമ്മുടെ മക്കൾക്ക് ഇടവരുത്തുങ്ങൾ, നമ്മുടെ തലമുറകൾക്ക് ഇടവരുത്തും. വിശ്വാസമില്ലാത്ത മക്കള്, വിശ്വാസം നഷ്ടപ്പെട്ടു പോയ മക്കള്, വിശ്വാസത്തിൻ്റെ നിറവില്ലാത്ത തലമുറകളിൽ വിശ്വാസം വളരാൻ, വിശ്വാസം വർദ്ധിക്കാൻ കർത്താവ് ഇടവരുത്തും. നമ്മൾ ആത്മാവിനായി ചോദിക്കണം, മക്കൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ദേശങ്ങൾക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, പ്രത്യേകം കേരളം, ഈ നാടിന് വേണ്ടി നമ്മൾ ആത്മാവിനായി ചോദിക്കണം. സഹോദരങ്ങളെ, വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 8:12 എന്ന് പറയുന്നത്, എന്നാൽ ദൈവരാജ്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ചും ഫിലിപ്പോസ് പ്രസംഗിച്ചപ്പോൾ സ്ത്രീ പുരുഷ ഭേദമെന്നേ എല്ലാവരും വിശ്വസിച്ചു. വിശ്വാസത്തിലില്ലാത്ത എല്ലാവർക്കും വിശ്വാസം ഉണ്ടായി, എല്ലാവർക്കും വിശ്വാസം ഉണ്ടായി. സഹോദരങ്ങൾ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാവർക്കും വിശ്വാസം ഉണ്ടായി, എല്ലാവരും വിശ്വസിച്ചു. മക്കളിൽ വിശ്വാസം വളരണോ? മക്കളിൽ വിശ്വാസം വർദ്ധിക്കണോ? അഭിഷേകം ഇറങ്ങണം, ആത്മാവ് പ്രവർത്തിക്കണം, തലമുറകളിലേക്ക് ആത്മപകർച്ച ഉണ്ടാവണം. അതിനുവേണ്ടി വില കൊടുക്കണം. നിങ്ങളെ ശുദ്ധീകരിക്കണം. ഒരു അപ്പൻ്റെ അമ്മയുടെ ജീവിതത്തിൽ, ഒരു സഹോദരൻ്റെ ജീവിതത്തിലുള്ള പാപ പ്രവൃത്തികൾ, മ്ലേച്ഛതകൾ, അശുദ്ധികളിൽ നിന്ന് നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. അതെല്ലാം നമ്മൾ വിട്ടുപേക്ഷിക്കണം. നമ്മളിതിന് തയ്യാറാണെങ്കിൽ തലമുറകളെ കർത്താവ് സുഖപ്പെടുത്തും, മക്കളെ കർത്താവ് സുഖപ്പെടുത്തും. പ്രാർത്ഥന മാത്രം പോരാ സഹോദരങ്ങളെ, അതിന് തക്ക സമർപ്പണം നമുക്കുണ്ടാകണം, വില കൊടുക്കണം. എൻ്റെ മക്കള് അഭിഷേകത്തിൽ നിറയണം, പരിശുദ്ധാത്മാവിൽ നിറയണം. ഇതിനെ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ,
നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ, നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ ശുദ്ധീകരിക്കാൻ തയ്യാറാകണം. ശുദ്ധീകരിക്കാൻ തയ്യാറാകണം. കർത്താവ് എന്തു പറയുന്നുവോ അതുപോലെ ജീവിക്കാൻ തയ്യാറാകണം. കർത്താവിനെ വിട്ട് നമുക്ക് വേറെ ഒന്നുമില്ല സഹോദരങ്ങളെ. കർത്താവിന്റെ വാക്കുകൾ ഗവനിക്കാതെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ മുന്നോട്ട് പോയാൽ നാശമാണ്, തകർച്ചയാണ്, നമുക്ക് കൊടിയ ദുരിതമാണ്. നമുക്ക് ചിലപ്പോൾ ഒരു തിരിച്ചുവരവിന് പോലും സാധിക്കാത്ത വിധത്തിൽ നമ്മൾ തകർന്നു പോകും. എത്ര പേരങ്ങനെ തകർന്നിരിക്കുന്നു. കർത്താവിന്റെ വാക്കുകൾ ഗവനിക്കാതിരിക്കരുത്. വാക്കുകൾക്ക് വില കൊടുക്കണം. വിശ്വസിച്ച് രാമേൻ പറഞ്ഞു ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കണം, സ്പിരിച്വൽ ഫ്രീഡം. നമ്മുടെ മക്കൾക്ക് വലിയ സ്വാതന്ത്ര്യം ഉണ്ടാകും, വലിയൊരു ഫ്രീഡം അവർ അനുഭവിക്കും. ഞാൻ പല മക്കളുമായി സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നൊരു കാര്യം, ഞങ്ങൾക്കൊരു ശൂന്യതയാണ്, ഞങ്ങൾക്കൊരു ശൂന്യത, ഒരു അർത്ഥവും തോന്നുന്നില്ല, ജീവിതത്തിനൊരു അർത്ഥം തോന്നുന്നില്ല, ഒരു ലക്ഷ്യബോധമില്ല. എന്തിനു വേണ്ടി ജീവിക്കുന്നത്, ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? ഞങ്ങൾക്കൊരു വളരെ ശൂന്യത, ഒരു എംപ്റ്റിനെസ് അനുഭവപ്പെടുന്നു. ഒരു ഫ്രീഡം അനുഭവിക്കാൻ പറ്റുന്നില്ല, ഒരു സ്വാതന്ത്ര്യമില്ല അവർക്ക്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ചിലരെ കഞ്ചാവിലേക്ക് പോകുന്നു, മയക്കുമരുന്നിലേക്ക് പോകുന്നു, വേറെ കുറെ പേര് തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകുന്നു, അനാവശ്യമായ ചാറ്റിങ്സ്, ഫോൺ കോളുകൾ, ഇതിലൂടെയൊക്കെ പാപക്കെണിയിൽ വീണു പോകുന്നു. അവരുടെ ശരീരത്തിന് നിർമ്മലത നശിപ്പിച്ചു കളയുന്നു. പലരും അക്രമകാരികളാകുന്നു, വയലൻസിലോട്ട് പോകുന്നു. അടിപിടികള്, കലഹങ്ങള്, ഗുഡായിസം, കൈപ്രയോഗങ്ങള്, ഇതിലൂടെയൊക്കെ അനേകം മക്കൾ വീണു പോകുന്നതിന് കാരണം അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സഹോദരങ്ങൾ. അവരുടെ ഉള്ളിൽ ശൂന്യതയാണ്. ഇത് നികത്താൻ വേണ്ടിയ പലപ്പോഴും ഇതൊക്കെ ആരംഭിക്കുന്നത്. പിന്നെ തിരിച്ചു വരാൻ പറ്റാത്ത വിധം അവർ ബന്ധിതരായി പോകുന്നു. ഇതിനുള്ള പരിഹാരം എന്താ? അഭിഷേകം ഇറങ്ങണം. പരിശുദ്ധാത്മാവിന് മാത്രമേ കെട്ടുപൊട്ടിക്കാൻ പറ്റൂ. നമ്മുടെ ഉപദേശങ്ങൾക്കും നമ്മുടെ സാന്നിധ്യത്തിനൊന്നും അത് സാധ്യമല്ല സഹോദരങ്ങളെ. ആത്മസാന്നിധ്യത്തിനും ആത്മപകർച്ചയ്ക്ക് മാത്രമാണ് നമ്മുടെ തലമുറകളെ സ്വതന്ത്രമാക്കാൻ കഴിയൂ. പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട്. കൊരിന്തോസ്കാർക്കെതിരെ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 17-ാമത്തെ വചനം. 2 Corinthians chapter 3 verses 17. കർത്താവ് ആത്മാവാണ്. കർത്താവിൻ്റെ ആത്മാവുള്ളടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവുള്ളടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. പരിശുദ്ധാത്മാവുള്ള ജീവിതങ്ങളിൽ ഫ്രീഡമുണ്ട്. സ്പിരിച്വൽ ഫ്രീഡം, മെന്റൽ ഫ്രീഡം, ഫിസിക്കൽ ഫ്രീഡം, സ്പിരിച്വൽ ഫ്രീഡം. അവർക്ക് ഇമോഷണൽ മേഖലയിൽ ഒരു ഫ്രീഡം ഉണ്ട്. അവരിങ്ങനെ എപ്പോഴും ഡിപ്രസ്ഡായി, ദുഃഖിച്ച്, നിരാശപ്പെട്ട്, മനസ്സ് കലങ്ങി, അസ്വസ്ഥരായി, നൊമ്പരപ്പെട്ടിരിക്കുന്നവരല്ല. മെന്റലി, ഇമോഷണലി ആ ഫ്രീഡം അവർ അനുഭവിക്കും. അഭിഷേകമുള്ളവർ, ആത്മാവുള്ളവരെ, പരിശുദ്ധാത്മാവുള്ളടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഈ ഫ്രീഡമുണ്ട്, തലമുറകളിൽ ഈ ഫ്രീഡമുണ്ട്. ഗലാത്യ സഭയ്ക്ക് ലേഖനം 5:1 ഇതേ വചനം പഠിപ്പിക്കുക. The book of Galatians chapter 5 verse 1. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. കർത്താവ് നമ്മളെ വിമോചിപ്പിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്കാണ്. ഈ സ്പിരിച്വൽ ഫ്രീഡം, ഈ ഫ്രീഡം തരാൻ പരിശുദ്ധാത്മാവിനെ കഴിയൂ. ക്രിസ്തു മോചിപ്പിച്ച ഈ യഥാർത്ഥ സ്വാതന്ത്ര്യം തരുവാൻ ആത്മാവിനെ കഴിയൂ. അതുകൊണ്ട് വീണ്ടും പരിശുദ്ധ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഗലാത്യ 5:13. സഹോദരരെ, സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി അതിനെ ഗണിക്കരുത് എന്ന് മാത്രം. അത് പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല, അത് തിന്മ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല, അത് വിവാഹേതര ബന്ധങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമല്ല, അശുദ്ധിയിൽ വ്യാപരിക്കുവാൻ, മുഴുകുവാനുള്ള സ്വാതന്ത്ര്യമല്ല, ഈ ലോക മോഹങ്ങളിൽ അടിപ്പെടുവാനുള്ള സ്വാതന്ത്ര്യമല്ല.
സ്പിരിച്വൽ ഫ്രീഡം, ആത്മനിറവോടെ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ദൈവവചനത്തെ മുറുകെ പിടിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം, സത്യവിശ്വാസം ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മക്കൾക്ക് തരുന്നത്, നമ്മുടെ തലമുറകൾക്ക് തരുന്നത്. ഇത് ആത്മാവിനെ സാധിക്കും സഹോദരങ്ങളെ. കണ്ണീരോടെ കരങ്ങൾ വിരിക്കണം നമ്മൾ ഈ കാലങ്ങൾ. നമ്മുടെ ദേശത്തിന് വേണ്ടി കരങ്ങൾ ഉയർത്തണം. ആരും ഉപേക്ഷ കാണിക്കരുത്, അലസരാകരുത്. മറ്റെന്തിനേക്കാളും ഉപരി നമ്മുടെ ദേശങ്ങൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തണം. നമ്മുടെ ദേശങ്ങൾ സുഖപ്പെടണം. നമ്മുടെ ദേശങ്ങൾക്ക് ഒത്തിരി സൗഖ്യം വേണ്ട സമയമാണ്. നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ തലമുറകൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾ, യുവജനങ്ങൾ എല്ലാവരും ആത്മാവിനാൽ സുഖപ്പെടണം. ഒരു ഹീലിംഗ് ആവശ്യമാണ്, ഒരു ഹീലിംഗ് ആവശ്യമാണ്, ഒരു ഡെലിവറൻസ് ആവശ്യമാണ് സഹോദരങ്ങളെ. അതിന് ആത്മാവിൻ്റെ അഭിഷേകവും പ്രവർത്തനം കൂടിയേ തീരൂ. നമുക്കതിനായി പ്രാർത്ഥിക്കാം.